പാണ്ടിപ്പട എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് വൈഗക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. വേറെ ലെവലായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു മോളെ, ഈ പാട്ടും ഡാൻസും ഒക്കെ കൂടെ വന്നു. നടൻ നാദിർഷയുടെ വരികൾക്ക് സുജാത മോഹനും അഫ്സലും ചേർന്ന് ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത്. ഞാൻ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ നല്ല ഒരുങ്ങിയേ ഇരിക്കാറുള്ളൂ. ആലാപനത്തിന് ശേഷമുള്ള രസനിമിഷങ്ങൾ കാണാം. വാണ്ടയിലാണല്ലോ അവരും ഒരുങ്ങി. നോട്ട് ദ പോയിന്റ്. എവിടൊക്കെ ക്ലാസ് ഉണ്ടെന്ന് ആലോചിച്ചു. കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് മെറിൽ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസ് അത് സ്ലിപ്പായിട്ടുണ്ട്. താരത്തിന്റെ ആലാപനത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ വിധികർത്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടൊരു കൺട്രോൾ ഇല്ലായ്മ പല ഏരിയകളിലും ഫീൽ ചെയ്തു. താരത്തിന് ഈ ഗാനം മനോഹരമായി ആലപിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രശ്നങ്ങളൊക്കെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ എനിക്ക്. അപ്പോൾ അത് കൂടാതെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, രാഗവേദിയിൽ കളിച്ചിരി തമാശകളുമായി ലക്ഷ്യക്കുട്ടി എത്തുന്നു. ക്ലിയോപാട്രയുടെ അനിയത്തി ആരെങ്കിലും ആണോ മക്കള്? ഞാൻ അച്ഛന്റെയും അമ്മന്റെയും മോളെ. സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം മനോഹരമായ വേദിയിൽ ആലപിക്കുന്നത്. ഫാഷൻ ഷോയിൽ നടക്കണുണ്ടോ? താരങ്ങളുടെ ആലാപനങ്ങളും പ്രകടനങ്ങളും കാണാൻ നമുക്ക് കാത്തിരിക്കാം.